ഇപ്പോ 3 സിനിമകൾ ഇപ്പൊ ബാബ്ലോ പാർട്ടി അനൗൺസ് ചെയ്തു, അതിന്റെ ഷൂട്ട് ഈ നവംബർ 19 സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. അപ്പം 2 സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും കൂടുതൽ എന്താ പറയാ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് എപ്പോഴും ഞാൻ ചോദിക്കുന്നത് തെറ്റായിട്ട് ധരിക്കണ്ട, കാരണം ഒരുപാട് കഷ്ടതകൾ ഉണ്ടാവും ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പം ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത ഡിഫിക്കൽട്ടി എന്തായിരുന്നു ഈ 2-നകത്ത് ഏതായിരുന്നു? ആദ്യത്തെ സിനിമയെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ണൻ, അതായത് അനൂപ് ഉള്ളതിനെ കൊണ്ട് ഞാൻ സത്യത്തിൽ എനിക്ക് കുറച്ച് ഫണ്ട് മാനേജ്മെൻറ്റിൻ്റെ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതിയായിരുന്നു. അതിൻ്റെ ഏറ്റവും ഇച്ചിരി കാര്യങ്ങൾ ഞാൻ അതിൻ്റെ ടെക്നിക്കൽ വശത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളിലോ ഒന്നും എനിക്ക് ഒരു എഫേർട്ടും വന്നിട്ടില്ല. കാരണം ടു ബി ഫ്രാങ്ക് എനിക്ക് പുള്ളിക്കാരൻ ഭയങ്കര സപ്പോർട്ടീവ് എന്നല്ല, ഹീസ് ഗ്രേറ്റ്. അത് അങ്ങനെ ആയിരുന്നു. പക്ഷേ രണ്ടാമത്തെ ഇതിലേക്ക് വരുമ്പോൾ കുറേ അധികം കാര്യങ്ങളുണ്ട്. അതിനകത്ത് സ്ട്രഗിൾ ഏത് തരത്തിലാണെന്ന് എനിക്ക് ഇപ്പം ബ്രീഫ് ചെയ്യാൻ പറ്റുന്നതിനപ്പുറം കുറച്ച് കാര്യങ്ങളുണ്ട്. അത് റിലീസിലേക്ക് ഇരിക്കുന്നു. അപ്പം ഇതിനെല്ലാം നമ്മൾ ഓവർകം ചെയ്യണമല്ലോ. ഓവർകം ചെയ്താലാണല്ലോ ഒരു പ്രോഡക്റ്റ് ഉണ്ടാവുക. ഓവർകം ചെയ്തു വന്നു. ഇപ്പോൾ പറഞ്ഞ പോലെ നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ ഒരു കണ്ടിന്യൂഷൻ ഉണ്ട്. ആ പടവും ചെയ്തത് ഒരു പെൺകുട്ടിയാണ്. പുള്ളിക്കാരിയുടെ ആദ്യത്തെ പടമാണ്. പുള്ളിക്കാരിയാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം പേരെന്തായിരുന്നു? ആരതി ഗായത്രി ദേവി. അതെ അതെ. ഓക്കെ. അപ്പം ഈ പറയുന്ന പോലെ നമ്മളുടെ ഒരു പ്രൊഡക്ഷനിലേക്ക് ഒരു സിനിമ പ്രൊഡക്ഷൻ നടക്കുന്നു. ഈ പ്രൊഡക്ഷൻ നടക്കുമ്പോൾ നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാവുമല്ലോ, ഒരു ഡെയിലി ബഡ്ജറ്റ് ഇത്ര ഉണ്ടാവുമല്ലോ. ഒരു ദിവസം ഒരു എക്സസ് ബഡ്ജറ്റിലേക്ക് വരുമ്പോൾ അംജിത്ത് എന്താണ് ചെയ്യുക? ഡിപ്രഷൻ അടിച്ച് കറങ്ങി വീഴുന്ന പരിപാടി, അല്ലെങ്കിൽ ദേഷ്യം, അല്ലെങ്കിൽ അത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് ഏതില്? അത് ഡിപ്പെൻസ് ഓൺ സാഹചര്യമല്ലേ. നമ്മളിപ്പം ദേഷ്യപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ദേഷ്യപ്പെടും. ഇനി ചില സാഹചര്യങ്ങളിൽ എന്താ പറഞ്ഞ വാക്കുതർക്കത്തിൽ തീരുന്ന സംഭവങ്ങളാണെങ്കിൽ വാക്കുതർക്കത്തിൽ തീരും. ഡിപ്രഷൻ അടിച്ച് മാറി ഇരുന്നിട്ട് കാര്യമില്ല. കാരണം ഇത് പ്രാക്ടിക്കലാണ്. അന്നത്തെ ദിവസം അന്നത്തെ കാര്യം നമ്മൾ ഓവർകം ചെയ്തില്ലെങ്കിൽ അതിന് പിന്നെ അടുത്ത ദിവസം വന്നിട്ട് ഈ തലേ ദിവസത്തെ കാര്യം നമുക്ക് ഓവർകം ചെയ്യാനോ അല്ലെങ്കിൽ അത് ക്ലിയർ ചെയ്യാനോ പറ്റില്ല. അപ്പോൾ അന്നത്തെ ദിവസത്തെ കാര്യം തീർക്കണം. അത് എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ ബാറ്റ സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ സെറ്റിൽ ചെയ്യുന്ന സമയത്ത് ആ ദിവസത്തെ ഇമ്പോർട്ടൻ്റ് ഭയങ്കരമാണ്. കാരണം ഈ ഒരു 6 ദിവസം അല്ലെങ്കിൽ 7 ദിവസത്തെ ഗ്യാപ്പിൽ ഇതിൽ മെയിൻ കോറിൽ വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് ഡെയിലി വേജസിൽ. ഈ ബാറ്റ എന്ന് പറഞ്ഞിട്ട് അവരുടെ എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം കിട്ടിയിട്ടാണ് അവർ വളരെ അസോസിയേഷൻ പറയുന്ന കുറച്ച് അവരുടെ ഒരു തുച്ഛമായ പാക്കേജിൽ. അപ്പം അവർക്ക് ആ ഒരു സംഭവം കിട്ടിയിട്ടാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ വേണ്ടത്. അവരെ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നൊരു സാഹചര്യമാണല്ലോ. അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. കാരണം അവരുടെ കയ്യിൽ അവർ ചെയ്യേണ്ട കാര്യം കൃത്യമായിട്ട് ജോലി ചെയ്തിട്ടാണ് അവർ ആ ബാറ്റ എന്ന് പറഞ്ഞ പേപ്പർ എഴുതി കൊണ്ടുവന്ന് കൺട്രോളറെ കൊടുക്കുന്നത്. ആ കൺട്രോളറെ കൊടുത്ത് പുള്ളിക്കാരൻ അക്കൗണ്ട്സിൽ കൊടുത്ത് അത് ക്ലിയർ ചെയ്ത് വിടുക. അവിടെ അൺനെസസറി ആ സംഭവം നടക്കാതെ വരിക, ദേഷ്യപ്പെടുന്നതിനെ കുറിച്ച് നടക്കാതെ വരിക നമ്മുടേതല്ലാതെ കാരണം. നമ്മൾ അവിടെ സെറ്റിൽ ചെയ്യാൻ തയ്യാറായിട്ട് അക്കൗണ്ടന്റ് റെഡി ആയിട്ടിരിക്കുമ്പോൾ ഇവരുടേതായ കാരണം കൊണ്ട് അവിടെ ഡിലേ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു കോർ ഗ്രൂപ്പാണ്. ഒരു പ്രൊഡക്ഷനിൽ ഒരു 10 പേരോ 8 പേരോ കാണും. അതിൽ ഒരാൾക്ക് ചിലപ്പം വളരെ അർജന്റായിട്ടായിരിക്കും ചിലപ്പം കുറച്ച് ചെറിയ പൈസ കിട്ടേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ എന്തെങ്കിലും ഒരു തേർഡ് പേഴ്സണിന്റെ ഒരു അൺനെസസറി ആവശ്യമില്ലാത്തൊരു കാര്യത്തിലായിരിക്കും ഇവിടെ ഡിലേ വരുന്നത്. പുള്ളിക്കാരൻ്റെ ആവശ്യകതയെ മുൻനിർത്തിയിട്ട് പുള്ളിക്കാരൻ മറ്റുള്ളവരടുത്ത് പറയുന്നത് ഇങ്ങനെ അവിടുത്തെ പ്രൊഡക്ഷനിൽ പൈസ, ഇത് നമ്മളുടെ ചെവിയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ തെറ്റില്ല. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ചൂടാവുക അല്ലെങ്കിൽ ദേഷ്യപ്പെടുക, ഈ പ്രോസസ്സിലേക്ക് പോകും. അത് ദേഷ്യപ്പെട്ട് തീർക്കുമ്പോൾ ആ പരിപാടി അവിടെ സെറ്റിലായി. അത് ആ ഒരു കാര്യത്തിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ദേഷ്യപ്പെടാറുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ അത് അന്നേരം തന്നെ അത് ക്ലിയർ ആക്കി പോകാൻ ശ്രമിക്കാറുണ്ട്.